നമ്മുടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ ബാരിയേഴ്സിനെ പ്രധാനമായിട്ട് 4ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ സെമാൻറ്റിക് ബാരിയർ, സെക്കൻഡ് വൺ സൈക്കോളജിക്കൽ ബാരിയർ, തേർഡ് വൺ ഓർഗനൈസേഷണൽ ബാരിയർ ആൻഡ് ഫോർത്ത് വൺ പേഴ്സണൽ ബാരിയർ. അപ്പോൾ ഇത്തരത്തിൽ 4 ബാരിയേഴ്സ്, തടസ്സങ്ങളാണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നവ. ഇതിൽ ഒന്നാമത്തെ ബാരിയറാണ് വാട്ട് ഈസ് സെമാൻറ്റിക് ബാരിയർ. സെമാൻറ്റിക് മീൻസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സിംബൽസ്. അതായത് നമ്മുടെ ഭാഷാപരമായ പ്രയോഗങ്ങളും അതുപോലെ തന്നെ വേർഡ്സ്, അതായത് വാക്കുകളും അതുപോലെ തന്നെ സിംബൽസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംബലുകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെയാണ് നാം സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഒന്നാണ് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്. നമ്മൾ വളരെ കൃത്യമായിട്ട് മെസ്സേജ് എക്സ്പ്രസ് ചെയ്യാതെ വരിക, കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാതെ വരിക. സെക്കൻഡ് വൺ ടെക്നിക്കൽ ജാർഗൺ. ഈ ടെക്നിക്കൽ ജാർഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റുകളുടെ ലാംഗ്വേജ് ആണ് ടെക്നിക്കൽ ജാർഗൺ എന്ന് പറയുന്നത്. അതായത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നു, നമുക്ക് പലപ്പോഴും ആ പ്രിസ്ക്രിപ്ഷൻ മനസ്സിലാകണമെന്നില്ല. കാരണം നമുക്ക് ടെക്നിക്കൽ ജാർഗൺ, അത് സ്പെഷ്യലിസ്റ്റ് ലാംഗ്വേജ് ആണ്, ഡോക്ടേഴ്സിൻ്റെ ലാംഗ്വേജ് ആണത്. അത് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകണമെന്നില്ല. അനദർ വൺ അൺക്ലാരിഫൈഡ് അസംഷൻസ്. പലപ്പോഴും നമ്മൾ പല പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോഴും പല ലോസ് പഠിക്കുമ്പോഴും തിയറീസ് പഠിക്കുമ്പോഴും അതിനകത്ത് അസംഷൻസ് പറയുന്നുണ്ട്. അവിടുത്തെ അസംഷൻസ് ഒക്കെ വളരെ ക്ലാരിഫൈഡ് ആണ്. എന്നാൽ അൺക്ലാരിഫൈഡ് ആയിട്ടുള്ള കൃത്യതയില്ലാത്ത ചില സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ് പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ പറയാറുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. അനദർ വൺ ഫോൾട്ടി ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തെറ്റായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയറാണ്. അനദർ വൺ സിംബൽസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. നമുക്കറിയാമല്ലോ, ഓരോ സിംബൽസ് ഉണ്ടാകും, ഓരോ സിംബൽസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും. ആ സിംബൽസ് കണ്ടാൽ ഒരു പക്ഷേ മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല. ഒരുപക്ഷെ ഒരു സിംബൽ കാണുന്നു, അദ്ദേഹം ഉദ്ദേശിക്കുന്ന മീനിങ് ആകണമെന്നില്ല ആ സിംബലിൻ്റെ യഥാർത്ഥ മീനിങ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത ബാരിയറാണ് സൈക്കോളജിക്കൽ ബാരിയർ. അതായത് മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണിവ. ഇത് നമ്മുടെ സെൻഡറുടെയും റിസീവറുടെയും മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈക്കോളജിക്കലായിട്ടുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തതാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അറ്റൻഷൻ ഇല്ലാതിരിക്കുക, അത് കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുക. അനദർ വൺ പ്രിമച്വർ ഇവാലുവേഷൻ. ചില ആളുകൾക്ക് ഒരു മുൻധാരണ ഉണ്ടാകാറുണ്ട്. ആ മുൻധാരണയ്ക്ക് മുകളിൽ അവർ വിശ്വസിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നതിന് മുൻപ് അവർ ഒരു മനസ്സിലൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതാണ് ശരി എന്നൊരു ധാരണയുണ്ട്. അതാണ് പ്രിമച്വർ ഇവാലുവേഷൻ. മറ്റൊന്നാണ് പുവർ റിട്ടൻഷൻ. ചില ആളുകൾക്ക് കാര്യങ്ങൾ കൂടുതൽ റിട്ടൻ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലത് ഉറപ്പിച്ച് വെക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മറ്റൊന്നാണ് ഡിസ്ട്രസ്റ്റ്. അതായത് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇടപെടുന്ന സെൻഡർക്കോ അല്ലെങ്കിൽ റിസീവർക്കോ പരസ്പരം ഡിസ്ട്രസ്റ്റ് ഉണ്ടാകുന്നു. അതായത് വിശ്വാസം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. എന്നാൽ ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ബാരിയറാണ് ഓർഗനൈസേഷണൽ ബാരിയർ. അതായത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറേയധികം തടസ്സങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഓർഗനൈസേഷണൽ പോളിസി. എന്താണ് ഓർഗനൈസേഷണൽ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷൻസും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരുടേതായ പോളിസീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ പോളിസീസ് പലപ്പോഴും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ആകണമെന്നില്ല. പലപ്പോഴും ആ പോളിസീസ് കാരണം കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അനദർ വൺ കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പല ഓർഗനൈസേഷനുകളുടെയും സ്ട്രക്ചർ, ഘടന എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്. അത്തരം കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കമ്മ്യൂണിക്കേഷനും കുറേയധികം ഡിഫിക്കൽട്ടാണ്. ആൻഡ് തേർഡ് വൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ സ്ഥാപനത്തിനകത്തുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ച് മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്നാണ് സ്റ്റേറ്റസ്. അതായത്
ആളുകൾക്കൊരു സ്റ്റേറ്റസ് ബാരിയർ ഉണ്ടാകും. സുപ്പീരിയർ, സബോർഡിനേറ്റ്, കോംപ്ലക്സ് ഉണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റസിനനുസരിച്ച് മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തുകയുള്ളൂ. അതൊരു പ്രശ്നമാണ്. അത് ഓർഗനൈസേഷൻ്റെ ഒരു ഇഷ്യൂ ആണ്. മറ്റൊന്ന് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന് ഏതൊക്കെ ഫെസിലിറ്റീസ് ആണോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, ആ ഫെസിലിറ്റീസിലൂടെ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ബാരിയറായ പേഴ്സണൽ ബാരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് ഫിയർ ഓഫ് ചലഞ്ച് ഓഫ് അതോറിറ്റി. പലർക്കും അവരുടെ അതോറിറ്റീസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഭയമുണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഭയമുണ്ടായാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയില്ല. ആൻഡ് സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് വില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേഷൻ. ചില ആളുകൾക്ക് ഒരു പേഴ്സണലി ഉള്ളൊരു ഫീലിംഗ് ആണ്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു താല്പര്യം, ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടാകണമെന്നില്ല. ആൻഡ് തേർഡ് വൺ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സബോർഡിനേറ്റ്സിന് കോൺഫിഡൻസ് ഇല്ലാതെ വരിക. ആൻഡ് ലാക്ക് ഓഫ് അഡക്വേറ്റ് ഇൻസെൻറ്റീവ്സ്. ആളുകൾക്ക് കൃത്യമായ ശമ്പളവും അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സും ഒക്കെ കിട്ടാതെ വന്നാൽ ആളുകളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് പേഴ്സണൽ ബാരിയേഴ്സ് ആണ്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായ ആശയവിനിമയത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ തടസ്സങ്ങളായി നിൽക്കുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഷേഴ്സ് ടു ഓവർകം ദ ബാരിയേഴ്സ്. നാം മുകളിൽ പറഞ്ഞ 4 തരത്തിലുള്ള ബാരിയേഴ്സിനെ അല്ലെങ്കിൽ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതിന് നമുക്ക് പല രീതിയിലുള്ള ടിപ്സ് ഉണ്ട്. അതിലൊന്നാമത്തേതാണ് ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇനി നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് കരുതുക. നമ്മളിനി ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനായിരുന്നാലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് മുന്നേ നാം എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ആ കാര്യം അല്ലെങ്കിൽ ആ ഐഡിയ കൃത്യമായി ക്ലാരിഫൈ ചെയ്യുക. അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും നാം വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റിസീവർ. ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ നാം ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ നമ്മുടെ റിസീവർ അയാൾ എങ്ങനെയാണ്, അയാളെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നാം മനസ്സിലാക്കുക. അറ്റ് എ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ നാം ഒരു ടീമിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടീമിൻ്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളമാണെന്ന് എന്ത് ചെയ്യുക, നാം ക്ലിയറായി മനസ്സിലാക്കുക, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. തേർഡ് വൺ, കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കുറേ കാര്യങ്ങൾ നാം സെറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ, കുറേ ഐഡിയാസ് അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഫാക്റ്റുകളെ നാം മറ്റുള്ളവരുമായി എന്ത് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നാം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് മുന്നേ. ആൻഡ് ഫോർത്ത് വൺ, കൺവേ ഹെൽപ്ഫുൾ ആൻഡ് വാല്യുബിൾ തിങ്സ്. അതായത് നാം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വിവരം അല്ലെങ്കിൽ നാം പാസ് ചെയ്യുന്ന നമ്മുടെ മെസ്സേജ് അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കണം. അതായത് നമ്മുടെ റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കണം, അത് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് അനദർ വൺ, ബി എ ഗുഡ് ലിസണർ. നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ എല്ലായ്പ്പോഴും നല്ലൊരു ലിസണർ കൂടിയായിരിക്കണം, നല്ലൊരു ശ്രോതാവ് കൂടിയായിരിക്കണം. അതായത് ഈ കാര്യങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് വളരെ സമാധാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊരു കമ്മ്യൂണിക്കേറ്റർ കൂടിയാകാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് സിക്സ്ത് വൺ, എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്. അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷം അത് ഇഫക്റ്റീവ് ആയിരുന്നോ ഇല്ലയോ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഫീഡ്ബാക്ക്, പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോഴാണ്. അതായത് നാം എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് തന്നെ ആളുകളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവരുടെ പാർട്ടിസിപ്പേഷൻ പരമാവധി ഉറപ്പുവരുത്തുക. ആൻഡ് ലാസ്റ്റ് വൺ, അറ്റൻഷൻ. അതായത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. വിവരങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ കെയർഫുള്ളായിട്ട് നാം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അത്തരമൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മെഷേഴ്സൊക്കെ അല്ലെങ്കിൽ ഈ ടിപ്സൊക്കെ നമ്മൾ ഇഫക്റ്റീവായി നടപ്പിലാക്കിയാൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നമുക്ക്, ആ ബാരിയേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് നടത്താനും സാധിക്കുന്നതാണ്.